അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അൽബറക്ക ഒഫീഷ്യൽ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടു കേട്ടോ. ഇന്നിപ്പോൾ നമ്മളെ കൂടെ നമ്മളെ അസീം മുസ്ലിയാരുണ്ട്, അതുപോലെ തന്നെ ഷാഫി മുസ്ലിയാരുണ്ട്, പിന്നെ നമ്മളെ കുറച്ച് മുത്താലിമീങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതാ കാണുന്ന പാറ ഉണ്ട്, അത് അങ്ങൊരു പാറ കാണാം. ആ പാറയിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ. ഇളമ്പ്രക്കോട് പാറ എന്നാണ് പറയുന്നത്. പണ്ട് മുതലേ നമ്മളിവിടെ വരികയും പോവുകയും ചെയ്യുന്നൊരു സ്ഥലമാണ്. മാത്രമല്ല നല്ല ആംബിയൻസ് ആണ് കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ജഡായി പാറ കാണാൻ പറ്റും. നല്ലൊരു അടിപൊളി വൈബ് സ്ഥലമാണ്. വൈകുന്നേരം നമ്മളൊന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യണം, പോവാണ് ഗമനത്തിലേക്ക് പോവാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം ഒരു യാത്ര സംബന്ധിച്ച്? പോവാം, പൊളിയല്ലേ? ഇതായി പോകുന്ന വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് നമ്മളെ ഈ അൽക്കേഷ്യ മരങ്ങളൊക്കെ നിൽക്കുന്ന രീതിയിലുള്ള അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. വിഷയമായിട്ട് കിടക്കുകയാണ്. നമ്മൾ വണ്ടിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും കേട്ടോ. ചെളിയും കൊണ്ടൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അതായത് വരുന്ന വഴിക്ക് ഒരു ചെറിയൊരു കാവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു വെറൈറ്റി സ്ഥലം കേട്ടോ. ഇവിടെയാണ് പ്രശസ്തമായ ഇളമ്പ്രക്കോട് ദേവീ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നമ്മളെ നമ്മൾ പോകുന്ന വഴിയുടെ ഇടതുഭാഗത്താണ് ഈ ദേവീ ക്ഷേത്രം വരുന്നത്. അപ്പോൾ ഈ ക്ഷേത്രം കഴിഞ്ഞിട്ടുള്ള അങ്ങോട്ടുള്ള ഭാഗമാണ് കാട് തുടങ്ങുന്നത് കേട്ടോ. അവിടെ കാടിൻ്റെ കുറ്റിയാണ് ഇരിക്കുന്നത്. കാട് തുടങ്ങുന്ന ബോർഡറിൽ സർക്കാർ കൊണ്ടുവയ്ക്കുന്ന വനമാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള കുറ്റിയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇത് ക്ഷേത്രത്തിൻ്റെ ഒരു കല്ലിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അങ്ങോട്ട് ഇനി കയറി പോകുന്ന സ്ഥലത്തെല്ലാം ഫുൾ അൽക്കേഷ്യ മരങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഇളമ്പ്രക്കോടുള്ള ദേവീ ക്ഷേത്രം കേട്ടോ. ഈ ഭാഗത്താണ്. ഇവിടെയൊക്കെ ഫുള്ളും ഇങ്ങോട്ട് വനമാണ്. അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു ആംബിയൻസിലാണ് നിൽക്കുന്നത് കണ്ടോ. ഇതാണ് ഇളമ്പ്രക്കോട് ദേവീ ക്ഷേത്രം എന്ന് പറയുന്നത്. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. നല്ലവരായ കുറേ ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. യാത്രയുടെ തുടക്കം എങ്ങനെയുണ്ട്? സുഖം. മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? എത്ര വട്ടം കയറിയിട്ടുണ്ട് തന്നെ? അപ്പം നമ്മളെ പോലെ തന്നെ കേട്ടാ, 2-3 വട്ടം ഇവിടെ കയറിയിട്ടുണ്ട്. നമ്മളെക്കാളും പരിചയമുണ്ടെന്നാണ് തോന്നണേ. അതാ ഫുള്ളൊരു നമ്മളെക്കാളും ഗെറ്റപ്പിൽ കയറി പോയിട്ടുണ്ട്. അതാ ഫുള്ള് മരങ്ങളാണ് ഇവിടെ, രക്ഷയല്ല കേട്ടാ. അല്ല, ഞാൻ സാറിനെ പോണ അപ്പുറത്ത് വഴിയായിരുന്നു കേട്ടോ. ഒരു അട്ടയൊക്കെ കിടക്കുന്ന കേട്ടോ അവിടെ. പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പല സൈഡിൽ പാറയും കാര്യങ്ങളൊക്കെയാണ്. താഴെ ചെങ്കുത്തായി പോയി. എൻ്റെ ഉമ്മച്ചിയുടെ അർത്ഥം കാലിൻ്റെ മസിൽ പിടിച്ചു തുടങ്ങി, നല്ലോണം പിടിച്ചു തുടങ്ങി കേട്ടോ. അയ്യോ, കാലിൻ്റെ മസിൽ പിടിച്ചില്ലയാ. നല്ല തെറ്റലുണ്ട് കേട്ടോ. മഴയും കൂടെ പെയ്ത് കിടക്കുന്നുണ്ട്. വഴിയും കാര്യങ്ങളൊന്നുമില്ല. പണ്ട് ഇവിടെ കയറിയിട്ട് ഒരു പുതിയ മൊബൈലും മേടിച്ചുകൊണ്ട് ഇവിടെ കയറി മൊബൈൽ വീണ് പൊട്ടിപ്പോയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പണ്ട് അത്ര ഭീകരമാണ്. ചെങ്കുത്താണ് കേട്ടോ. ഇവിടെ നമ്മൾ കയറിയുന്നു, ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ തളർന്നിരിപ്പേ. എന്തുണ്ട് ഇതുണ്ട അവിടെയൊക്കെ എല്ലാവരും ഇങ്ങനെ നിൽക്കുക. അതുണ്ട് അവിടെ നല്ല അടിപൊളിച്ച് ചെടികളിരിക്കണം കേട്ടോ, പൂവുകൾ. വാവ്, സെറ്റ് കേട്ടോ. ഓർമ്മയുണ്ട്. നമ്മളെ പഴയ കുറേ ഓർമ്മകളുണ്ട് കേട്ടോ. ആ ഓർമ്മകളിൽപ്പെട്ട ഓർമ്മയാണ് ഈ പൂവ്. അതെ നമ്മളെ നീലക്കോട് വരിക. ഒന്നാമത്തെ സ്ഥലമെത്തി കേട്ടോ. ഒന്നാമത്തെ സ്ഥലമെത്തി. അതായത് ഒന്നാമത്തെ വ്യൂ പോയിന്റ് ഇതാണ്. ഇവിടെയാണ് വെള്ളമൊക്കെ കൊണ്ടുവന്ന് ആദ്യമായിട്ട് ആൾക്കാരിരുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ടൊക്കെ പോകുന്നൊരു സ്ഥലം എന്ന് പറയുന്നത്. ഇതാണ്. അവിടെ ഒരു മല കാണാം. അതുപോലെ തന്നെ അവിടെ കുറേ പശ്ചിമഘട്ട മലനിരകൾ കാണാം. ഇത് പ്രധാനപ്പെട്ടൊരു മലയാണ് കേട്ടോ. നമ്മൾ റോട്ടിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് കാണാൻ വരുന്ന മലയാണ്. കുറച്ച് പേര് മേലിൽ ഉസ്താദും പിള്ളേരൊക്കെ ആയിട്ട് മേലിൽ കുറച്ച് പേര് സ്റ്റാൻഡായി കേട്ടോ. അല്ല, അവർ പിള്ളേരാണ്, അവർക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ വന്നതോ അവിടെ നിന്നാണ് കേട്ടോ. നമ്മളെ വണ്ടിയൊക്കെ അവിടെ ഇട്ടിട്ടാണ് ആ ബിൽഡിങ്ങിൻ്റെ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അവിടെ ഇട്ടാണ് നടന്നു വന്നത് കേട്ടോ.
ഇതാ ചെടികളും ഒക്കെ ഉണ്ട്. ലാസ്റ്റ് കുടിക്കാം, വെള്ളമൊക്കെ ലാസ്റ്റ്. കാരണം ഇപ്പോൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാലേ ഇവിടെ കിടക്കും. അതിഭീകരമായ കാടാണ്. തെറ്റിപ്പൂ അതുപോലുള്ള സംഗതികളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ രണ്ടാമത്തെ ടേണിങ് പോയിന്റ് എത്തിയിരിക്കണം കേട്ടോ. അതാ പാറയാണ് കേട്ടോ. യെസ്, അതാ കുറച്ചും കൂടെ പേരായി. നമ്മൾ അവിടെ താഴെ ഇരിപ്പായി. അബീബി രണ്ടാമത്തെ ടേണിങ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മുകളിലുള്ള സ്ഥലമാണ് കേട്ടോ. ഇനി നമുക്ക് ഇനി ഉയരെ പോകണം. ആക്കുന്നുണ്ട് നല്ലോണം. ഈ തടി കൂടിയിട്ടാണെന്ന് അറിയാൻ പേട്ട, തടി ഇച്ചിരി കൂടിപ്പോയി. അടിപൊളിയാട്ടാ, നല്ല പച്ചപ്പും കുളിർമയും ഹരിതാപവുമായിട്ടൊക്കെ നിൽക്കുന്നൊരു സ്ഥലത്തെത്തി. കണ്ട വിഷയം. എങ്ങനെയുണ്ട്? എടേ ഓ മുള്ളത്താറായി. ഒരു ഭീകര സ്ഥലമെത്തി കേട്ടാ. ഭീകര സ്ഥലം എന്ന് വെച്ചാൽ ഭീകര സ്ഥലമെത്തി. യെസ്, എപ്പോൾ വേണമെങ്കിലും പന്നിയെടുത്ത് ചാടും കേട്ടാ. കയറാന്ന് വയ്യ, ഓൾറെഡി തളർന്നു പോയി. ഇവിടെയൊക്കെ എന്താ മരങ്ങളാണ്. ഇവിടെ കൂടെ അങ്ങനെ തലറിയുന്ന കയറുക. തളർന്നു കേട്ടാ. ഇജ്ജാതി കയറ്റം എങ്ങനെയുണ്ടല്ലേ അഭിപ്രായം? കണ്ട എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും അൽഹംദുലില്ലാ അതാണ് നമുക്ക് വേണ്ടത്. ഫുൾ കാടാണ്. നമ്മൾ ആ കാണുന്ന വലിയ പാറ രണ്ടിലാണ് നമ്മൾ കയറേണ്ടി ഉള്ളൂ കേട്ടോ. പിടിച്ചൊക്കെ ഇവിടെ ഈ പണ്ടത്തെ പോലെ ചുമട് താങ്ങികളെ കൊണ്ട് വെക്കേണ്ട സമയമായി. അത്രയും ബുദ്ധിമുട്ട്. എന്നെ പിടിച്ചു കയറാം. ഓ കയറാനൊന്നും വയ്യാതെ കേട്ടാ. ആള് ഫുള്ള് തളർന്നു കേട്ടോ. ഞാനീ കമ്പിലൊക്കെ പിടിച്ചു പിടിച്ചാണ് കയറുന്ന കേട്ടോ. ഈ പാറയിലുണ്ടേ കയറണേ. ഫുള്ള് സെറ്റിൽ പിടിച്ച് കിടക്കുന്ന കേട്ടോ. ഫുൾ തെറ്റലാണ്. ഇവിടെ പാടാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നിസ്സാരമാണ് കേട്ടോ. പക്ഷേ മാഷാ അല്ലാ പൊളി കേട്ടാ. ഇതിനെ മണ്ടേ കയറുമ്പോൾ ഇതിനേക്കാളും വ്യൂ ആണ്. എല്ലാവരും വരുന്നു കേട്ടോ. താഴെ ഉസ്താദും കുട്ടിയുടെ മുകളിലെത്തി. ഓ മാഷാ അല്ലാ, സൂപ്പർ. ജഡായി പറയണ കാണുന്ന കേട്ടാ. ഇതെല്ലാം എൻ്റെ ബേക്കിൽ. ഓ മാരകം കേട്ടാ. മാരക വ്യൂ എന്ന് പറഞ്ഞാൽ അപാര മാരക വ്യൂ ആണേ. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലതാ സൂര്യൻ. ഒന്നും പറയാനില്ല. എങ്ങനെയുണ്ട്? സൂപ്പർ. നമ്മളെ കൂടെ വന്നൊരാള് താഴെ നിൽക്കുന്നു. ഇതുവരെ കയറി വന്നിട്ടില്ല. എവിടെയാണെന്ന് പോയി നോക്കിയിട്ട് വരട്ടെ.
നമ്മളെ കൂടെ വന്ന ആളാണ് ആ താഴെ ഇരിക്കുന്ന കേട്ടാ. അവിടെ നിന്ന് ജാമായി പോയി. ഒരു വെറൈറ്റി ആംബിയൻസ് തന്നെ കേട്ടാ, പറയാതിരിക്കാൻ വയ്യ. മാഷാല്ലാ, മുമ്പൊക്കെ ഇവിടെ കയറിയിട്ടുണ്ട് കേട്ടോ, ഒരുപാട് വട്ടം ഇവിടെ നമ്മൾ വന്ന് ലീവൊക്കെ വിടുമ്പോൾ കോളേജിൽ നിന്നൊക്കെ വന്ന് കയറിയുള്ള സ്ഥലമാണ്. ഇത് കണ്ട ഈ സ്ഥലത്ത് മൊത്തം മരങ്ങൾ, ഇത് അൽക്കേഷ്യ മരങ്ങളാണ്. പിന്നെ ഇതെന്തൊരു വെറൈറ്റി മരമാണ് കേട്ടോ, ഇതിൻ്റെ പേര് കൃത്യമാണ്. അതിൻ്റെ ഇലയൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. കണ്ട ഒറ്റയടിക്ക് ഒരു പ്ലാവ് കണക്ക് തോന്നും. എന്താളിയാ അതിലേ കൂടെ സൈഡിൽ കൂടെ കയറി വാ, സൈഡിൽ കൂടെ കയറി. കണ്ട ആ കാണുന്നത് വേറൊരു മലയാണ് കേട്ടോ, കുറച്ച് അടിപൊളിയായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടേ. പിന്നെ അതുപോലെ തന്നെ ഇത് വേറൊരു മലയാണ്, ജഡായി പാറ ഇതിൻ്റെ ബേക്കിലാണ്, അത് കാണിച്ചു തരാം. ഓക്കെ, മുകളിലോട്ട് വാ. എങ്ങനെയുണ്ട്? നല്ല വ്യൂ, കിടിലം. യെസ്, ഏറ്റവും ടോപ്പ് വ്യൂയിലോട്ട് നമ്മൾ കിടക്കുകയാണ് കേട്ടോ. അതിന് മുകളിലാണ് ഏറ്റവും ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, മാഷാല്ലാ. ഓ, നമ്മൾ ഇത് ഈ മലയെ പറ്റി രണ്ടു വിശേഷങ്ങൾ ഏകദേശം അവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ജടായു, യെസ്, ഇവിടെ കാണുന്നിടത്ത് അങ്ങ് ആ ഭാഗത്തായിട്ട് നമ്മുടെ പോരയിടം പള്ളിയുടെ ബാക്കിലായിട്ടുള്ള ഒരു പൈനാപ്പിൾ തോട്ടമാണ്. പിന്നെ ഏകദേശം അതിന് വട്ടത്തിലാറും അത് സംബന്ധമായൊരു മലയുമാണ് ആ കാണുന്നത്. ഓ യെസ്, ആ കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ വെറൈറ്റി അല്ലേ, സെറ്റ് ആംബിയൻസ് ഉണ്ട്. അതായത് ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റിയ സ്ഥലം, അത്രയേ ഉള്ളൂ അല്ലേ? അടിപൊളി, നല്ല ശാന്തസുന്ദരമായ പ്രകൃതി ഭംഗിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം റബ്ബിനെ. ഇനി നമ്മൾ മലയുടെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ഇതിൻ്റെ ടോപ്പ് വ്യൂ, അതായത് കൊല്ലം ജില്ലയിലെ ഏറ്റവും പൊള്ളി ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമുക്കൊരു മനസ്സമാധാനമായിട്ട് വന്നിരിക്കും, ഒരു ശല്യമില്ല ഇവിടെ കേട്ടോ. ഇത് കണ്ട, ഇവിടെയൊക്കെ ഫുള്ള് കാടും മറ്റു കാര്യങ്ങളാണ് കേട്ടോ. ഇവിടെയൊക്കെ അതിൻ്റെ അകത്തോട്ട് കാടൊക്കെ ഉണ്ട്. മുമ്പ് ഇതിൻ്റെ ബേക്കിൽ കൂടെ പോയി കഴിഞ്ഞാൽ വേറൊരു വ്യൂ ഉണ്ട്, ഇതിൻ്റെ ബേക്കിൽ കൂടെ പോയി വേറെ വ്യൂ ഉണ്ട്. യെസ്, ഓ, നമ്മളങ്ങനെ ടോപ്പ് വ്യൂയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓ മാഷാല്ലാ, പള്ളിക്ക് പള്ളിയാണ് കാണുന്നത് കേട്ടോ, അതുകൊണ്ടാണ് കാണുന്നത് പള്ളിക്ക് പള്ളിയാണ് കേട്ടാ. അങ്ങനെ കുറേ താഴോട്ട് നോക്കി മൊത്തം പച്ചപ്പിൽ മുങ്ങി കിടക്കണം കേട്ടോ, ഭയങ്കരമായിട്ട് പച്ചപ്പിൽ മുങ്ങി കിടക്കണതാ. ഇതുപോലൊരു വ്യൂ സ്വപ്നങ്ങളിൽ മാത്രം. ആ കാണുന്ന വഴി നമ്മൾ വന്നാട്ടോ, നമ്മൾ ചെളിക്കുണ്ടെന്നൊക്കെ പറഞ്ഞതോ അവിടെയാണ്. അവിടെ നിന്ന് ഇങ്ങനെ അൽക്കേഷ്യ പ്ലാന്റ് തുടങ്ങി ഇങ്ങനെ കറങ്ങി കിടക്കേണ്ടാവും. ഫുള്ള് കിഡിലോസ്കി വ്യൂ ആണ്. ഇതാ ടോപ്പിൽ ഇങ്ങനത്തെ ഒരു പോയിന്റ്. എങ്ങനെ ഉണ്ടടേ, സെറ്റല്ലേ? ഇവിടെ ആദ്യമായിട്ടല്ലല്ലോ വരുന്ന, എപ്പോഴും വരുമ്പോൾ ഒരുപോലെയാണ്. അതേ പലപ്പോഴും പല പല അവസ്ഥകളാണ്. കാറ്റ് ചിലപ്പോൾ കാറ്റല്ലേ, പല പല അവസ്ഥകളാണ്. കിഡിലോസ്കിയാണല്ലേ, സെറ്റ് ചേട്ടാ വിഷയം. പിന്നെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. അത് ഈ അസ്തമന സമയത്ത് വരുന്ന സമയത്തെ അറിയാൻ പറ്റുള്ളൂ. അതുപോലെ അങ്ങ് അറ്റത്ത് കാണുന്നതെന്ന് പറയുന്നത് ഒരു കടലാണ് കേട്ടോ. അങ്ങ് അറ്റത്ത്, അതായത് വർക്കല, അതായത് ഈ കാണുന്ന പള്ളിക്കൽ ഈ സൈഡാണ്. ഇത് കഴിഞ്ഞ് പാരിപ്പള്ളി, പിന്നെ അങ്ങ് കഴിഞ്ഞ് വർക്കല ആ പ്രദേശമാണ് കാണുന്നത് കേട്ടോ. ഇങ്ങനെ കറങ്ങിയതോ അങ്ങ് അറ്റം വരെ, അത് അവിടെ ഫുള്ളിങ്ങനെ കടലാണ്, ഫുള്ളിങ്ങനെ അറ്റം വരെ കടലാണ് കേട്ടോ. അതാ ഇപ്പോൾ ഈ സമയത്ത് അതുകൊണ്ട് നല്ല തെളിഞ്ഞും കാണാം. ഇവിടെ ഈ മലകൾ കഴിഞ്ഞാൽ, മലകൾ ഇല്ലാത്ത സ്ഥലങ്ങൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഒരു തിളക്കമാണ് വെള്ളത്തിൻ്റെ കേട്ടാ. അതിഭീകര, അത് മറ്റേ ഇല്ല പൊന്മുടി ആ മലനിരകളാണ്. കാർമേഘം ഇരുണ്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. അതിഭീകരമായ ബീമത്സമായ ഒരു മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. വൺ ഓഫ് ദി ബെസ്റ്റ് വ്യൂ ഇൻ പള്ളിക്കൽ. ഇതുപോലൊരു വ്യൂ പള്ളിക്കലില്ല കേട്ടാ, ഇതുപോലൊരു വ്യൂ പള്ളിക്കലില്ല കേട്ടാ. പൊളി. നോക്ക് വിഷയം കേട്ടാ, അടിപൊളി വ്യൂ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഷാല്ലാ, വാവ്, എവിടെ ഇருக்கு, സൂപ്പറാ ഇருக்கு കേട്ടാ, പൊളി കേട്ടാ, ഒരു വിഷയം വ്യൂ മാഷാല്ലാ.
നമ്മുടെ പള്ളിക്കലിൽ ഇതുപോലത്തെ ഒരു സ്ഥലം എത്ര ഉയർന്ന ഒരു സ്ഥലം വേറെ ഇല്ല കേട്ടാ. ഏറ്റവും ടോപ്പ് വ്യൂ ആണ് ഇളമ്പ്രക്കോട് പാറ എന്ന് പറയുന്നത് കേട്ടാ. വിഷയം കേട്ടാ, ഇതുപോലത്തെ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് ഇതണ്ട, ഇതൊരു ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ കാടെന്ന് പറയുന്നത്. നമ്മളെ കൂടെ വന്ന പിള്ളേർ പോയി കേട്ടാ. അവർ മഗ്‌രിബിൻ്റെ സമയാവാറായി, അതുകൊണ്ട് അവരെ നേരത്തെ പറഞ്ഞിട്ട് കേട്ടാ. ഇനിയിപ്പോൾ നമ്മൾ ഇച്ചി കൂടെ കഴിഞ്ഞിട്ട് രാത്രി ആയതുകൊണ്ട് അവരെ നേരത്തെ പറഞ്ഞിട്ട് നമ്മളൊരു ഇച്ചി കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങി പോകും കേട്ടാ. പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് തന്നെ നിസ്കരിച്ചിട്ട് അങ്ങ് പോകാനാണ് ഉദ്ദേശം. ജമാഅത്തായിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അവിടേക്ക് ഒന്ന് നിസ്കരിച്ചാൽ എന്ത് രസമായിരിക്കും, റാത്തായിരിക്കും ഇൻഷാ അല്ലാഹ്. വെള്ളം കൊണ്ട് അവിടെ കിടപ്പുണ്ട്. ഓഹോ, ചെറിയൊരു വെള്ളം. പിന്നെ അതുപോലെ തന്നെ കണ്ടാ ഇപ്പം ഇങ്ങനൊരു വ്യൂ ആയി ഇവിടെ.